So, in the last class, what we looked at were the geographical features of Kerala and Ladakh. രണ്ടും എത്ര വ്യത്യസ്തമാണ്, അവിടുത്തെ type of people, the type of clothing they wear, the type of food they eat, അവിടുത്തെ ആൾക്കാരുടെ ജോലി എന്തൊക്കെയാണെന്നോ. So, all these things we looked at in the last class. If you have not seen that video, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. So, this is the part 3 of this chapter, you understanding diversity. സോ ഈ ക്ലാസ്സിൽ നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് വെച്ചാൽ കേരളത്തിൻ്റെയും ലഡാക്കിൻ്റെയും ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ ഡിഫറെൻ്റ് ആണ്, വളരെ ഡിഫറെൻ്റ് ആണ്. കേരള ഇസ് എ കോസ്റ്റൽ ഏരിയ ആൻഡ് ലഡാക്ക് ഇസ് എ മൗണ്ടനസ് ഏരിയ. ഇറ്റ്സ് എ ഡെസേർട്ട്, ഇറ്റ്സ് എ കോൾഡ് ഡെസേർട്ട്. ഈവൻ ദോ ബോത്ത് ദ പ്ലേസസ് ഹാവ് ദീസ് ഡിഫറൻസസ്, അവിടെ വളരെ സിമിലർ ആയിട്ടുള്ള കൾച്ചറൽ ഇൻഫ്ലുവൻസസ് ഉണ്ടായിട്ടുണ്ട്. സോ വാട്ട് ഇറ്റ് ഈസ് വി വിൽ ലുക്ക് അറ്റ്. ലെറ്റ് us look into detail of what it is. While Kerala and Ladakh are quite different in terms of their geographical features, the history of both regions has seen similar cultural influences. രണ്ടിടത്തും ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഡിഫറെൻ്റ് ആണെങ്കിലും അവിടുത്തെ കൾച്ചറൽ ഇൻഫ്ലുവൻസസ് വളരെ സിമിലർ ആയിരുന്നു. പണ്ട് കാലം തൊട്ടേ ഇറ്റ് ഹാസ് ബീൻ എ ലിറ്റിൽ സിമിലർ. Both regions were influenced by Chinese and Arab traders. It was the geography of Kerala which allowed for the cultivation of spices and the special geographical location of Ladakh and its wool that drew traders to these regions. Thus, history and geography are often tied in the cultural life of a region. So, കേരളത്തിൽ എന്താണെന്ന് വെച്ചാൽ ചൈനീസ് ആൻഡ് അറബ് ട്രേഡേഴ്സ് അവർ വന്നിട്ട് ഇവിടെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ബിസിനസ് ചെയ്യേണ്ടിയിട്ട് ദേ ഹാഡ് കം ടു കേരള. So why did they come to Kerala? They came to Kerala because ഇവിടെ സ്പൈസസിൻ്റെ കൾട്ടിവേഷൻ നല്ലോണം ഉണ്ടായിരുന്നു. ഇവിടെ സ്പൈസസ് യു വിൽ ഫൈൻഡ് ഇൻ കേരള ഇൻ വെരി ഗുഡ് ക്വാളിറ്റി. ആൻഡ് ലഡാക്കിൽ എങ്ങനെ ഈ ചൈനീസ് ആൻഡ് അറബ് ട്രേഡേഴ്സ് വന്നത്, അത് സിൽക്ക് റൂട്ടിൻ്റെ ഒരു നടുവിലുള്ള ഒരു ലൊക്കേഷനിലായിരുന്നു. പിന്നെ അവിടുത്തെ വൂൾ, ഈ ഗോട്ടിൻ്റെ ഈ ആക്കിൻ്റെ ഒക്കെ വൂള് വളരെ ഫേമസ്, വെരി ഗുഡ് ക്വാളിറ്റി വൂളായിരുന്നു. സോ അതൊക്കെ ആണ് ഈ ട്രേഡേഴ്സിനെ ഈ ലഡാക്ക് റീജിയനിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള കാരണം. സോ ഈ രണ്ട് സ്ഥലത്തേതും ഹിസ്റ്ററി ഇസ് ദാറ്റ് ദീസ് ട്രേഡേഴ്സ് കെയിം, ദേ ട്രേഡഡ്. അവരെ കൾച്ചറൽ ഇൻഫ്ലുവൻസസ് നമ്മൾ മിക്സായി, അവരെ കൾച്ചർ നമ്മളെ കൾച്ചറായിട്ട് മിക്സായി, നമ്മളെ കൾച്ചർ അവരെ കൾച്ചറായിട്ട് മിക്സായി, ഒരു പുതിയൊരു കൾച്ചർ ഉണ്ടായി. കേരളത്തിൻ്റെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ കാരണമാണ് ഇവിടെ സ്പൈസസ് ഉള്ളത്. ഒരു ട്രോപ്പിക്കൽ ഏരിയ ആണ്, കോസ്റ്റൽ ഏരിയ ആണ്, അതുകൊണ്ടാണ് ഇവിടെ സ്പൈസസ് നല്ലോണം ഗ്രോ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ലഡാക്കിലേതും അവിടുത്തെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, അതങ്ങനെ ഒരു കുറേ പാസസ്, മൗണ്ടൻ പാസസ് പറഞ്ഞാൽ വഴി, മൗണ്ടൻ്റെ നടുക്കൂടിയുള്ള കുറേ വഴികൾ, ഈ വഴികളുള്ള കാരണമാണ് അവിടെ സിൽക്ക് റൂട്ടിൻ്റെ ഒരു മെയിൻ പോയിൻ്റായി മാറിയത്. The influence of diverse cultures is not merely a thing of the past. Our present lives are all about moving from place to place for work, and with each move, our cultural traditions and way of life slowly become part of the new place we are in. ഇത് പണ്ട് കാലത്തെ കാര്യം മാത്രമല്ല, ഇപ്പോഴും we go from one place to another in search of work, for better opportunities, education. അങ്ങനെ പല റീസൺസ് കാരണം we live in different places. സോ വെൻ വി സ്റ്റാർട്ട് ലിവിങ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്, അവിടുത്തെ കൾച്ചറും ട്രഡീഷൻസും നമ്മൾ ചെറുങ്ങനെ ഫോളോ ചെയ്യാൻ തുടങ്ങും. ആൻഡ് വി ഹാവ് അവർ ഓൺ ടൈപ്പ് ഓഫ് ട്രഡീഷൻസ് വിച്ച് വി ഫോളോ. Similarly, in our own neighborhoods, we live close to people from several communities. Our daily lives are about the way in which we do things and hear stories about each other's lives, customs, and traditions. നമ്മളെ നെയ്ബേഴ്സായിട്ട്, നമ്മളെ ക്ലാസ്മേറ്റ്സ് ആയിട്ട് വി ഹാവ് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ്. ദേ മൈറ്റ് ബി ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻ, ദേ മൈറ്റ് ബി ഓഫ് ഡിഫറെൻറ്റ് ലാംഗ്വേജ്, ഡിഫറെൻറ്റ് കൺട്രി. സോ ഇങ്ങനെ എല്ലാ കൈൻഡ് ഓഫ് പീപ്പിളായിട്ട് നമ്മൾ മിങ്കിളപ്പ് ചെയ്യുമ്പം വി ഗെറ്റ് ടു നോ അവരെ ട്രഡീഷൻസ് എന്തൊക്കെയാണോ, അവരെ കസ്റ്റംസ് എന്തൊക്കെയാണോ, അവരെ ഫുഡ് സ്റ്റൈൽ എന്തൊക്കെയാണോ, അതൊക്കെ വി ഗെറ്റ് ടു നോ ആൻഡ് വി അണ്ടർസ്റ്റാൻഡ് ആൻഡ് വി ഫോളോ ദാറ്റ് ഇഫ് വി ലൈക്ക് ഇറ്റ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. India's diversity has always been recognized as a source of its strength. നമ്മൾ കൺട്രീൻ്റെ ഓരോ കൾച്ചറിനെയും ഓരോ റിലീജിയനെയും ഓരോ ലാംഗ്വേജിനെയും നമ്മൾ അതിനൊരു ഡിവിഷൻ ആയിട്ടല്ല കൺസിഡർ ചെയ്യേണ്ടത്. അത് നമ്മളൊരു നല്ല ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. മറ്റുള്ള ഒരു റിലീജിയൻ്റെയോ മറ്റുള്ള ലാംഗ്വേജിലെ ആൾക്കാരെ കണ്ടാൽ ട്രൈ ടു നോ അബൌട്ട് വാട്ട് ദേ ഡു, വാട്ട് കൈൻഡ് ഓഫ് ഫുഡ് ദേ ഈറ്റ്, അവർ ഏതൊക്കെ ഫെസ്റ്റിവൽസ് ആണോ സെലിബ്രേറ്റ് ചെയ്യുക, അതിൻ്റെ പോസിറ്റീവ് സംഭവങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ഇറ്റ്സ് വെരി ഗുഡ് ടു നോ അബൌട്ട് ഇറ്റ് ആൻഡ്
മേക്ക് ഇറ്റ് എ സോഴ്സ് ഓഫ് അവർ സ്ട്രെങ്ത്. നമ്മളെ കൺട്രീൻ്റെ സ്ട്രെങ്ത്തും നമ്മളെ ഈ ഡൈവേഴ്സിറ്റി തന്നെയാണ്. British ruled India, women and men from different cultural, religious, and regional backgrounds came together to oppose them. India's freedom movement had thousands of people of different backgrounds in it. നമ്മൾ ബ്രിട്ടീഷ് റൂൾ ചെയ്ത സമയത്ത് വി ഹാഡ് സെവറൽ ഫ്രീഡം സ്ട്രഗിൾസ് ആൻഡ് മൂവ്മെൻറ്റ്സ് ലൈക്ക് ദി 1857 റിവോൾട്ട്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, അങ്ങനെ ഇതൊക്കെ വലിയ രീതിയിൽ നടന്നതാണ്. അറ്റ് ദ സെയിം ടൈം ചെറിയ രീതിയിൽ കുറേ മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സ്വന്തം നാട്ടിൽ റീജിയണൽ വേയിൽ കുറേ മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. They worked together to decide joint actions, they went to jail together, and they found different ways to oppose the British. Interestingly, the British thought they could divide Indians because they were so different and then continue to rule them. But the people showed how they could be different and yet be united in their battle against the British. സോ ബ്രിട്ടീഷ് ദേ ഹാഡ് ട്രൈഡ്, അവർ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ട്രൈ ചെയ്തിരുന്നു. പറഞ്ഞാൽ ഓരോ ടൈപ്പ് ഓഫ് കാറ്റഗറി ഓഫ് പീപ്പിൾ അവരെ ഡിവൈഡ് ചെയ്തു. കാസ്റ്റിൻ്റെ ബേസിസിൽ ഡിവൈഡ് ചെയ്തു, റിലീജിയൻ്റെ ബേസിസിൽ ഡിവൈഡ് ചെയ്തു. And they tried to make all these different groups of people go against each other. But in the end, നമ്മൾ കാണിച്ചു that unity in diversity നമ്മളെ കൺട്രിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് and that we can be united in our battle against the British. So ഇവിടെ നമുക്ക് ഒരു സോങ് ഉണ്ട്, ഒരു പോയം ഉണ്ട്. യു ക്യാൻ ഗോ ത്രൂ ദിസ് വാസ് ഡ്യൂറിങ് ദ ജാലിയൻവാല ബാഗ്. ജാലിയൻവാല ബാഗിൻ്റെ ഒരു വളരെ ക്രൂരമായ ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. This song was sung after the Jallianwala Bagh massacre in Amritsar, in which a British general opened fire on a large group of unarmed, peaceful people, killing many and wounding even more. കുറേ ആൾക്കാർ മരിച്ചിരുന്നു ആൻഡ് അതിലുമേറെ ആൾക്കാർക്ക് പരിക്കേറ്റിരുന്നു. Men and women, Hindus, Sikhs and Muslims, rich and poor, had gathered to protest against the British. This song was composed and sung to honor the memory of those brave people. Songs and symbols that emerged during the freedom struggle serve as a constant reminder of our country's rich tradition of respect for diversity. Do you know the story of the Indian flag? It was used as a symbol of protest against the British by people everywhere. നമ്മളെ കൺട്രിക്ക് വേണ്ടിയുള്ള ഫ്രീഡം സ്ട്രഗിളിൻ്റെ സമയത്തുള്ള ജീവിച്ചിരിപ്പിലുണ്ടായിരുന്ന ആൾക്കാർക്ക് ഈ പാട്ടുകളും സിംബോൾസും അതൊക്കെ നമ്മളെ കൺട്രീൻ്റെ വളരെ റിച്ച് ട്രഡീഷനും നമ്മളെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന കോൺസെപ്റ്റൊക്കെ വളരെ സ്ട്രോങ് ആക്കിയിരുന്ന സംഭവങ്ങളായിരുന്നു. In his book, The Discovery of India, Jawaharlal Nehru says that Indian unity is not something imposed from the outside, but rather it was something deeper and within its fold, and the wildest tolerance of belief and custom was practiced, and every variety acknowledged and even encouraged. It was Nehru who coined the phrase unity in diversity to describe the country. Jawaharlal Nehru എഴുതിയ ഒരു ബുക്ക് ഉണ്ട്, The Discovery of India. This is an important question from exam point of view as well. So അവർ ആ ബുക്കിൽ എഴുതിയിരുന്നു നമ്മൾ യൂണിറ്റി ഇത്രയും ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആൾക്കാരുണ്ടായിട്ടും കൂടിയുള്ള ഇത്രയും ഡൈവേഴ്സ് പോപ്പുലേഷൻ ഉണ്ടായിട്ടും നമ്മൾ ഈ യൂണിറ്റി ഉള്ളത് വേറെ പുറത്തുനിന്ന് ആൾക്കാർ പറഞ്ഞിട്ടുള്ളതല്ല. ദാറ്റ് ഈസ് സംതിങ് വിച്ച് വി അവർസെൽസ് ഹാവ് വിത്തിൻ അസ്. നമ്മളെ മനസ്സിൽ തന്നെയുള്ള ഒരു സംഭവമാണ് ഈ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. സോ നെഹ്റു ആണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന ഈ ടേമിനെ coin ചെയ്തത്. So he is the one who first used the term unity in diversity for our country. India's national anthem, composed by Rabindranath Tagore, is another expression of unity in diversity. So namala national anthem la, if you sing, you'll be able to hear all the places names. അതിൽ നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് റീജിയൻസിൻ്റെ പേര് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് വാസ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് സോങ് ഇൻ establishing unity in diversity amongst the people. So അതുകൊണ്ടാണ് നമ്മൾ ജനഗണമനേനെ നമ്മൾ നാഷണൽ ആന്തമായിട്ട് ചൂസ് ചെയ്തത്. So with that we come to the end of this chapter, and അടുത്ത ക്ലാസ്സിൽ we'll be going through the notes, and I'll also be telling you the 1 mark question, 2 mark question, 3 mark question, 5 mark questions, and after that we'll go through the exercise questions as well. Thank you for watching. Please make sure to subscribe to the channel and share the video with your friends. I'll see you in my next video. Till then, bye.